ചിത്രകാരൻ ഫ്രാൻസിസ് കോടംകണ്ടത്തിന് മദർ തെരേസയെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട്. താൻ വരച്ച മദറിന്റെ ചിത്രം വർഷങ്ങൾക്ക് മുൻപ് മദർ തെരേസയ്ക്ക് നേരിട്ട് കൈമാറാൻ സാധിച്ചത് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ. വിശുദ്ധ പ്രഖ്യാപന ചടങ്ങ് നടക്കുമ്പോൾ കോഴിക്കോട് മദറിന്റെ പുതിയ ചിത്രം വരയ്ക്കാൻ ഒരുങ്ങുകയാണ് ഈ ചിത്രകാരൻ. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുമാണ് എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ വേണ്ടി തിടുക്കപ്പെട്ട് നടന്നെടുക്കുന്ന അഗതികളുടെ അമ്മയായ മദർ തെരേസയുടെ ദിവ്യരൂപം ചിത്രകാരൻ ഫ്രാൻസിസ് കോടംകണ്ടത്ത് ആദ്യമായി കാണുന്നത്. അന്ന് മദറിന് കയ്യിൽ കരുതിയ താൻ വരച്ച മദർ തെരേസയുടെ ചിത്രം കൈമാറാനുള്ള ഭാഗ്യവും DRI ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് ലഭിച്ചു. ജീവിതത്തിലെ ഏറ്റവും ദിവ്യമായ ആ നിമിഷത്തെക്കുറിച്ച് ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ ചിത്രകാരൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ചിത്രം സ്വീകരിച്ചതിന് ശേഷം 1-2 മിനിറ്റ് അതിൽ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു. അതിനുശേഷം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ് ഈവൻ ദോ മൈ ഫേസ് ഇസ് നോട്ട് ദർ, മൈ മിഷൻ ഈസ് ദർ ഇൻ ദിസ് പെയിൻറ്റിംഗ്. ഐ എം ടേക്കിംഗ് ദിസ് ടു കൊൽക്കത്ത. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ചിത്രകാരൻ മദറിനെ വീണ്ടും തന്റെ ഭാവനയിൽ ചായം തേച്ച് ഒരിക്കൽ കൂടി പകർത്തുകയാകും. കഴിഞ്ഞ 22 വർഷമായി മദർ തെരേസയുടെ ജീവിത വഴികൾ ചിത്രപരമ്പരയായി വരയ്ക്കുന്നുണ്ട് ഈ ചിത്രകാരൻ. യാദൃശ്ചികമെന്നോണം വന്നുപെട്ട മദറിനെ താനുമായി ബന്ധിപ്പിക്കുന്ന നിരവധി ഓർമ്മകളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. വിഖ്യാത ചിത്രകാരനായ MF ഹുസൈൻ ഒരിക്കൽ തനിക്ക് സമ്മാനിച്ച ചിത്രം. നീലവരകളുള്ള വെള്ളവസ്ത്രം ധരിച്ച ആ കാരുണ്യത്തിന്റെ രൂപമായിരുന്നു അത്. ഇന്നും ആ ചിത്രം നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് ഇദ്ദേഹം. തൃശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലും അദ്ദേഹം വരച്ച മദറിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിത്രവുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അനുഗ്രഹിച്ച് മദർ പറഞ്ഞത് ചിത്രത്തിൽ തന്റെ മുഖം ഇല്ലെങ്കിലും തന്റെ ജീവിത ഉദ്ദേശം ഉണ്ടെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഫ്രാൻസിസ് വരയ്ക്കുന്ന ചിത്രങ്ങളിൽ മദറിന്റെ മുഖം അവ്യക്തമായിരിക്കും. പക്ഷേ മദർ എന്തിനു വേണ്ടിയാണോ ജീവിച്ചിരുന്നത് അത് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കും. മേഘമാധവൻ, കോഴിക്കോട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. മദർ തെരേസയുടെ ത്യാഗോജ്ജലമായ ജീവിതമാണ് ഈ കവിതയുടെ പ്രമേയം. ഒപ്പം ഇന്ത്യയിലെ അവരുടെ പ്രവർത്തന കാലം മുതൽ RSSും സംഘപരിവാർ ശക്തികളും അവർക്കെതിരെ നടത്തിയ ദുരാരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ചുള്ളിക്കാടിന്റെ ഈ കവിത. വാക്കുകൾ വെറുപ്പിന്റെ തീതുപ്പുന്ന കാലത്തായിരുന്നു ആ കവിത പിറന്നത്. ഒരു വാരികയുടെ താളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കോറിയിട്ട വരികളിൽ ഒരു വെളിച്ചത്തിന്റെ ലോകം തുടിച്ചു നിന്നു. മദർ തെരേസയെ ചാരവനിതയായും മതപരിവർത്തനത്തിന്റെ വക്താവായും ചിത്രീകരിച്ച കാവ്യഭീകരതയുടെ കറുത്ത മുഖപടം വലിച്ചു കീറുകയായിരുന്നു കവി. മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ എന്ന കവിത ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ മലയാളത്തിന്റെ കരുത്തുറ്റ അക്ഷര പ്രതിരോധമായി മാറുകയായിരുന്നു. നരബലി കൊണ്ട് കുരുതിയാടുന്ന രുധിരകാളിതൻ പുരാണഭൂമിയിൽ പരദേശത്തു നിന്നൊരു പിറാവു പോൽ പറന്നുവന്നതാം പരമസ്നേഹമേ എന്നു തുടങ്ങുന്ന വരികളിൽ നൂറ്റാണ്ടുകളായി സനാതനധർമ്മം പുലരുന്നു എന്ന് നാം ഊറ്റം കൊള്ളുന്ന ആർഷഭാരതത്തിന്റെ യഥാർത്ഥ മുഖം വരച്ചു കാട്ടുന്നുണ്ട് കവി. ജാതിയും മതവും നോക്കാതെ തെരുവിന്റെ സന്തതികളാകേണ്ടി വന്നവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന മാതൃസ്നേഹത്തിന്റെ മഹനീയ ഭാവത്തിനു നേരെ തിരസ്കാരത്തിന്റെ വിദ്വേഷം രചിക്കുന്ന പുതിയ സാംസ്കാരിക പ്രവാചകരെ ഒരു ചുള്ളിക്കം പൊടിച്ച് പൊതിരെ തല്ലി ഓടിക്കുന്നുണ്ട് ഈ കവിതയുടെ അന്ത്യത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അത് ഇങ്ങനെയാണ്: മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. കൾച്ചറൽ ഡെസ്ക്. മദർ തെരേസ എന്ന അഗതികളുടെ അമ്മയെ ലോകം അംഗീകരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ആ നിമിഷത്തിൽ പങ്കുചേരുകയാണ് പുന്നപ്ര സ്വദേശി അപ്പച്ചൻ എന്ന സിനിമാ നടൻ. പ്രേം നസീറിന്റെ കാലം മുതലുള്ള എല്ലാ നടീനടന്മാരുമായി അഭിനയിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് അമ്മയുടെ സ്പർശനം ഇന്നും മറക്കാൻ കഴിയുന്നില്ല. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസയെ വത്തിക്കാനിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അമ്മയെ തൊട്ടറിഞ്ഞതിൻ്റെ ആത്മനിവൃത്തിയിലാണ് പുന്നപ്ര അപ്പച്ചൻ എന്ന സിനിമാ താരം. 70 മുതൽ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ഈ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായി ഇതൊന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. സെക്യൂരിറ്റി മുഴുവൻ നോക്കിയില്ല. ഞാൻ മുട്ടുകുത്തി നിന്നപ്പോൾ അമ്മ എന്നെ
തൊട്ടിട്ട് പറഞ്ഞു മൈ സൺ എന്ന് വിളിച്ചു. അന്ന് ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിലും കുട്ടികളില്ലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു ഐ ഹാവ് നോ സൺ മദർ, ഐ വിൽ ഗിവ് യു എ സൺ എന്നമ്മ പറഞ്ഞു. 1985 എറണാകുളം ദർബാർ ഹാളിൽ മദർ തെരേസ എത്തിയപ്പോഴാണ് തനിക്ക് ഈ അപൂർവ അവസരം കൈവന്നത്. മദർ തെരേസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ മദറിനെ തൊട്ട ആ ഒരു സന്തോഷത്തിൽ ആലപ്പുഴയ്ക്കടുത്തുള്ള ഗ്രാമത്തിൽ ഈ അപ്പച്ചൻ പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുന്നു എന്ന് മാത്രം പറയുന്നു. ഞായറാഴ്ച കുർബാന മധ്യേ മദർ തെരേസ എന്ന ഇന്ത്യക്കാരിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുമ്പോൾ ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കൊപ്പം അപ്പച്ചൻ എന്ന സിനിമാ താരവും ഈ അപൂർവ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിൽ. എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തിയ 33 സ്പെഷ്യൽ സ്കൂളുകളുടെ പ്രവർത്തനമാണ് അവതാളത്തിലായത്. സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകിയിട്ടും കഴിഞ്ഞ 6 മാസമായി അധ്യാപകർക്ക് ശമ്പളമില്ല. സമരത്തിനൊരുങ്ങി അധ്യാപകർ. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിവിധ മാനേജ്മെന്റുകളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന 33 സ്പെഷ്യൽ സ്കൂളുകൾക്കാണ് എയ്ഡഡ് പദവി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൺവീനറായ 3 അംഗ സമിതിയുടെ ശുപാർശ അനുസരിച്ചായിരുന്നു സർക്കാർ തീരുമാനം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 ഇറങ്ങിയ ഉത്തരവ് പ്രകാരം എയ്ഡഡ് പദവി ലഭിച്ച് 8 മാസമായിട്ടും ഇവിടെ പ്രവർത്തിക്കുന്ന 300-ലധികം അധ്യാപകർക്കും ജീവനക്കാർക്കും നാളിതുവരെ ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ ലഭിച്ചിട്ടില്ല. ജീവനക്കാരുടെ തസ്തിക നിർണയിച്ചു നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കാത്തതാണ് ഇക്കൂട്ടരെ ദുരിതത്തിലാക്കുന്നത്. ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ പരിപാലിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഈടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് ഓർഡറൊക്കെ ഇറങ്ങി. ഇത്രയും നാളായിട്ട് ഇവിടുത്തെ അധ്യാപകർക്കോ അതിൻ്റെ മറ്റ് കുട്ടികൾക്കോ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അധ്യാപകരുടെ സ്റ്റാഫ് ഫിക്സേഷൻ ഇപ്പോൾ അടുത്ത് തന്നെ നടക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും കാര്യങ്ങളൊന്നും മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികളുടെ മലമൂത്ര വിസർജനം വരെ കോരുന്ന അധ്യാപകർക്കാണ് ഈ ദുർഗതി. എയ്ഡഡ് പദവി ലഭിച്ചതിനാൽ ഇവരുടെ വിലാപം മാനേജ്മെന്റുകളും ചെവിക്കൊള്ളുന്നില്ല. ഗവൺമെന്റ് ഇങ്ങനെയൊരു ഓർഡർ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഓർഡർ ഇറങ്ങിയതാണ്. ഈ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പോലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അധ്യാപകർക്ക് നിരാശ മാത്രമാണ് ബാക്കിയുള്ളത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരടക്കം ഇങ്ങ് തിരുവനന്തപുരത്തെ കൈത്തറി തൊഴിലാളിയുടെ മക്കളെ വരെ സ്വന്തം മക്കളായി കാണുന്ന അധ്യാപക സമൂഹത്തിനാണ് ഈ ദുരവസ്ഥ. അതുകൊണ്ട് തന്നെ സമരവുമായി റോഡിലിറങ്ങാൻ ഇവർ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. എങ്കിലും ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച സർക്കാരിനെ അറിയിക്കാൻ സമരത്തിനൊരുങ്ങുകയാണ് ഇക്കൂട്ടർ. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുൻമന്ത്രി കെ ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയവരുടെ സാമ്പത്തിക വളർച്ച ശരവേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ. ബേക്കറിയിൽ ജീവനക്കാരനായി തുടങ്ങി ബേക്കറി ശൃംഖലയുടെ ഉടമയായി മാറിയ കഥയാണ് തൃപ്പൂണിത്തുറ സ്വദേശി മോഹനന്റേത്. ബാബുവിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഇടനിലക്കാരനായി എത്തി അതിസമ്പന്നനായി മാറുകയായിരുന്നു ബാബുറാം. ബാബു മന്ത്രിയായിരിക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി അറിയപ്പെട്ടവരാണ് ഇരുവരും. റോയൽ ബേക്കറി ഗ്രൂപ്പ് ഉടമ തൃപ്പൂണിത്തുറ സ്വദേശി മോഹനൻ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനും ഫിനാൻസ് സ്ഥാപന ഉടമയുമായ കുമ്പള സ്വദേശി ബാബുറാം. മുൻ മന്ത്രി ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയ ഇരുവരുടെയും സാമ്പത്തിക വളർച്ചയുടെ കഥ അറബിക്കഥയെ വെല്ലുന്നതായിരുന്നു. ഭാര്യാബന്ധുവിന്റെ ബേക്കറിയിൽ ദിവസക്കൂലിക്ക് ജോലിക്കാരനായാണ് തലശ്ശേരിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് മോഹനൻ തൃപ്പൂണിത്തുറയ്ക്ക് വണ്ടി കയറിയത്. ഇന്ന് എറണാകുളം നഗരമധ്യത്തിലടക്കം നിരവധി ബേക്കറികൾ സ്വന്തമായുണ്ട്. തൃപ്പൂണിത്തുറയിൽ 6 കൂടാതെ ഷേണായിസ് ജംഗ്ഷൻ, ഹൈക്കോടതി ജംഗ്ഷൻ, കോലഞ്ചേരി, പുത്തൻകുരിശ്, ഇങ്ങനെ നീളുന്നു ആ പട്ടിക. ഓരോന്നിനും കെട്ടിടപ്പകിടിയും ഫർണിഷിങ്ങും ഉൾപ്പെടെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ജീവനക്കാർക്ക് താമസിക്കാൻ സ്വന്തം കെട്ടിടങ്ങൾ, സഞ്ചാരം മുന്തിയ ഇനം ആഡംബര കാറുകളിൽ. ഈ വളർച്ച കൗതുകത്തോടെയാണ് നാട്ടുകാർ കണ്ടുനിന്നത്. 1 വർഷത്തിനുള്ളിൽ കൊച്ചി നഗരത്തിൽ 50 ബേക്കറികളെന്നതായിരുന്നു റോയൽ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇതിനിടെയാണ് വിജിലൻസ് അന്വേഷണം ബിനാമികളിലേക്ക് തിരിഞ്ഞത്. കെ ബാബുവിന്റെ സ്വന്തം ആൾ എന്ന നിലയ്ക്കാണ് ഇയാൾ നാട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഓണർ വേറൊരു ബേക്കറിയുടെ ഉടമസ്ഥൻ്റെ ഡ്രൈവറായിട്ട് ഇവിടെ വന്നാണ്. പിന്നീട് ഇത് തുടങ്ങിയ പിന്നെ പല സ്ഥലത്തും പെട്ടെന്ന് കുറേ ബേക്കറികളും ഫുഡ് കോർട്ടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ അത് വളർച്ച ഭയങ്കര പെട്ടെന്നായിരുന്നു ഇതിന് ശേഷം. നെട്ടൂർ സ്വദേശിയായ ബാബുറാം VIP-കളുടെ സ്ഥലമിടപാടുകളുടെ ഇടനിലക്കാരനായാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിലെത്തുന്നത്. ബാബുവുമായുള്ള സൗഹൃദം ഇയാളെയും കോടീശ്വരനാക്കി. കൊട്ടാര സദൃശമായ വീടും കോടികളുടെ ആസ്തിയുള്ള ധനകാര്യ സ്ഥാപനവും ഇന്ന് സ്വന്തമായുണ്ട്.
ഇരുവരെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം തങ്ങളെ കൊണ്ടെത്തിച്ചത് മുൻമന്ത്രി ബാബുവിലാണെന്ന് വിജിലൻസ് പറയുന്നു. ബാബുവുമായി അടുത്ത ബന്ധമുള്ള ശരവേഗത്തിൽ കോടീശ്വരന്മാരായ മറ്റു ചിലരെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി. സ്കൂൾ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ നടൻ ശ്രീജിത്ത് രവിക്കെതിരെ കേസെടുക്കുന്നത് വൈകിയെന്ന പരാതിയിൽ സബ് കളക്ടറുടെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. കേസ് മൂടിവെക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരോട് പോലീസ് മോശമായി പെരുമാറിയെന്നും രക്ഷിതാക്കളും സ്കൂൾ പ്രിൻസിപ്പലും സബ് കളക്ടറോട് പരാതിപ്പെട്ടു. ഓഗസ്റ്റ് 27-ന് നടന്ന സംഭവത്തിൽ അന്ന് തന്നെ സ്കൂൾ പ്രിൻസിപ്പലുടെ പരാതി ലഭിച്ചിട്ടും പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നില്ല. പരാതിക്കാരായ കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതും പ്രതിയെ കുട്ടികളുടെ മുന്നിൽ നേരിട്ട് ഹാജരാക്കിയതും പോലീസിന്റെ വീഴ്ചയാണെന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ പി.ബി. നൂഹ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കുട്ടികൾ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടും ശ്രീജിത്ത് രവിക്കെതിരെ കേസെടുത്തില്ല. പോക്സോ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ആദ്യം തയ്യാറാക്കിയ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയില്ല. വ്യാഴാഴ്ച ശ്രീജിത്ത് രവിയെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷമാണ് പ്രതിയുടെ പേരും പോക്സോ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും എഫ്ഐആറിൽ ചേർത്തത്. പരാതിക്കാരും സാക്ഷികളും പറഞ്ഞ വാഹന നമ്പർ ശ്രീജിത്ത് രവിയുടേതെന്ന് ആദ്യ ദിനം തന്നെ തെളിഞ്ഞിരുന്നു. ശ്രീജിത്ത് രവിയുടെ മൊബൈൽ ഫോൺ സംഭവം നടന്ന സമയം പരാതിയിൽ പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. പോലീസിന്റെ കൂടി ഭാഗം കേട്ട ശേഷം റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സ്കൂളിലെത്തിയ സിവിൽ പോലീസ് ഓഫീസർ വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയെന്ന് സബ് കളക്ടറുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഇയാൾക്കെതിരെ വകുപ്പുതല നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശ ഉണ്ടാകാനാണ് സാധ്യത. 164 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ പരാതിക്കാരായ കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളാണ് അന്വേഷണ സംഘം ഇനി സ്വീകരിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി സർവകക്ഷി സംഘം ജമ്മു കശ്മീരിലെത്തി. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വിവിധ വ്യക്തികളും സംഘടനാ പ്രതിനിധികളുമായി സംഘം ചർച്ച നടത്തും. അതിനിടെ ഷോപ്പിയാനിലുണ്ടായ സംഘർഷത്തിൽ 80ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയും സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, 30 പേര് അടങ്ങുന്ന സംഘമാണല്ലോ 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. ഇവർ നിലവിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ടോ? അരുൺ, ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചില്ല. ഏതായാലും സർവകക്ഷി സംഘം ജമ്മു കാശ്മീരിലെ പ്രതിഷേധക്കാരോട് തുറന്ന സമീപനം സ്വീകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിക്കാൻ സർവകക്ഷി സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യാത്ര തിരിക്കുന്നതിന് മുൻപ് അരുൺ ജെയ്റ്റ്ലി രാജ്നാഥ് സിംഗ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയ കാര്യം, ചർച്ചയ്ക്ക് സമാധാനം പുനഃസ്ഥാപിക്കാൻ ചർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരുമായും ചർച്ച നടത്തും എന്നുള്ളത് തന്നെയാണ്. ഇത് കൂടാതെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി വിഘടനവാദി നേതാക്കളെ സർവകക്ഷി സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹുറിയത്ത് ഉൾപ്പെടെയുള്ള ഈ വിഘടനവാദി സംഘടനകളൊന്നും തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങളുമായി ചർച്ച നടക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ഏതായാലും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുമായും സംഘടനാ പ്രതിനിധികളുമായും എല്ലാം തന്നെ ഈ സർവകക്ഷി സംഘം ചർച്ചകൾ നടത്തും. അതോടൊപ്പം തന്നെ പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും. ഏതായാലും ഈ സർവകക്ഷി സംഘം സന്ദർശനം നടത്തുന്നതിനിടെയാണ് ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ വലിയൊരു സംഘർഷം ഉണ്ടായത്. അവിടെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് തീവെക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. 100-ലധികം പേർക്ക് ഇപ്പോൾ ഈ സംഭവങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ശ്രീനഗറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരുൺ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. BJP വിട്ട് CPIM-ലെത്തിയ BJP മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണനും കൂട്ടർക്കും പത്തനംതിട്ടയിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. 230 കുടുംബങ്ങളിൽ നിന്നായി 870-ലധികം പേരാണ് BJP വിട്ട് CPIM-ൽ എത്തിയത്. RSSന്റെയും BJPയുടെയും വർഗീയ നിലപാടിൽ മനമെടുത്ത 230-ലധികം കുടുംബങ്ങളിൽ നിന്നായി 870-ലധികം പേരാണ് സംഘപരിവാറിന്റെ കാവിക്കൊടി രാഷ്ട്രീയം ഉപേക്ഷിച്ച് ചെങ്കൊടിയേന്തിയത്. BJP മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇവർ CPM-ലെത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. RSSന്റെ വർഗീയ നിലപാടിനെയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആയുധ പരിശീലനത്തെയും കോടിയേരി നിശിതമായി വിമർശിച്ചു. ഏതെങ്കിലും ക്ഷേത്ര കോമ്പൗണ്ടിൽ RSSകാർ അവരുടെ ശാഖ നടത്തുന്നുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് CPM-ന്റെ ആളുകളും വളണ്ടിയർ ട്രെയിനിങ് നടത്തും. അത് തടയാൻ RSSന് കഴിയില്ല എന്നവർ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ക്ഷേത്ര കോമ്പൗണ്ടിൽ അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് RSS വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്ഷേത്രത്തിലും ആയുധ പരിശീലനം സമ്മതിക്കരുത്. ക്ഷേത്ര കോമ്പൗണ്ടുകൾ പൂർണ്ണമായും വിശ്വാസികൾ അവർക്ക് മാത്രമുള്ളതായിരിക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് വിട്ടുകൊടുക്കാൻ പാടില്ല. RSS നടത്തുന്ന ഈ നീക്കത്തെ വിശ്വാസികളാണ് ചെറുക്കേണ്ടത്. ഹിന്ദുമത വിശ്വാസികൾ ചേർന്ന്
ക്ഷേത്രങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള RSSന്റെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം. സ്വീകരണ സമ്മേളനത്തിൽ BJP മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന AG ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുള്ള എന്റെ വിയോജിപ്പ് ഈ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ പോക്കിലാണ് എന്റെ വിയോജിപ്പ്. കേരളത്തിലെ 14 ജില്ലയും അസംതൃപ്തരായിട്ടുള്ള ആയിരക്കണക്കിന് BJP പ്രവർത്തകരുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഒന്ന് വിചാരിച്ചാൽ ആ BJPയുടെ സംസ്ഥാനം നിരയുള്ള അനേകം നേതാക്കന്മാരെ CPMന്റെ വേദിയിൽ കൊണ്ടു നിർത്താൻ സാധിക്കും. വരും ദിവസങ്ങളിലും RSS BJP ബന്ധം ഉപേക്ഷിച്ച് നിരവധി പേർ ആറന്മുളയിലും പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായും CPMൽ ചേരുമെന്നാണ് CPM നേതൃത്വം വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മുൻമന്ത്രി കെ ബാബുവിനെതിരെയുള്ള വിജിലൻസ് നടപടികളെക്കുറിച്ച് രണ്ടാം ദിവസവും KPCC പ്രസിഡന്റ് VM സുധീരന് മൗനം. കോഴിക്കോട് നാദാപുരത്ത് കൊല്ലപ്പെട്ട അസ്ലമിന്റെ വീട് സന്ദർശിച്ച VM സുധീരനോട് വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. ബാർക്കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ VM സുധീരൻ കെ ബാബുവിനെതിരെ ഉറച്ച നിലപാടെടുത്തിരുന്നു. ആരോപണ വിധേയനായ ബാബുവിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്ന് സുധീരൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കർശന നിലപാട് മൂലമാണ് ബാബുവിന് വീണ്ടും സീറ്റ് ലഭിച്ചത്. ഈ വിഷയത്തിൽ കോൺഗ്രസിലെ A ഗ്രൂപ്പും സുധീരനും തമ്മിലുള്ള ഭിന്നത പരസ്യമാണ്. അതുകൊണ്ടുതന്നെ വിജിലൻസ് ഇപ്പോൾ ബാബുവിനെതിരെ കൈക്കൊള്ളുന്ന നടപടികൾക്ക് മേലുള്ള KPCC അധ്യക്ഷന്റെ നിലപാട് നിർണായകമാണ്. ഈ വിഷയത്തിൽ ഇന്നലെ മൗനം പാലിച്ച സുധീരൻ ഇന്നെങ്കിലും നിലപാട് വ്യക്തമാക്കുമെന്ന് കരുതി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അല്ല, അസ്ലമിന് നേരെ നടന്നത് യഥാർത്ഥത്തിൽ പകപോക്കലാണ്. യഥാർത്ഥത്തിൽ കോടതി വെറുതെ വിട്ട അസ്ലമിനെ പാർട്ടി കോടതി ശിക്ഷിക്കുക. സുധീരന്റെ മൗനം ബാബുവിനെതിരെയുള്ള വിജിലൻസ് നടപടികൾക്ക് നൽകുന്ന പിന്തുണയായാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. സുധീരന്റെ നിലപാടിൽ A ഗ്രൂപ്പിന് ശക്തമായ അമർഷമുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം കലുഷിതമായ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കെ ബാബുവുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയേക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പച്ചക്കറിയുടെ കാര്യത്തിൽ കേരളത്തെ മികച്ച സംസ്ഥാനമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM കൊച്ചിയിൽ ആരംഭിച്ച ജൈവ കാർഷിക വിപണന മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മേളയിൽ ആദ്യ വിൽപ്പന ചലച്ചിത്ര പ്രവർത്തകരായ ആഷിഖ് അബുവും റിമ കല്ലിങ്കലും ചേർന്ന് നിർവഹിച്ചു. ആരോഗ്യപ്രദമായിരിക്കുക ഏറ്റവും പ്രധാനം. ഇക്കാര്യത്തിൽ ബോധവൽക്കരണം മാത്രം പോരാ, സർക്കാർ നേരത്തെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ പരിശോധന വേണം. പരിശോധനയിലൂടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ കർക്കശമായ നടപടികളിലേക്ക് നീങ്ങണം. അത് പൂർണ്ണതയിലെത്തിയത് ഇപ്പോഴും പറയാനാവില്ല. എന്നാൽ ഫലപ്രദമായ നീക്കം അതിൽ ഉണ്ടാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് രാഷ്ട്രപതി ഭവനിൽ തുടക്കം. രാഷ്ട്രപതി പ്രണബ് മുഖർജി വിശിഷ്ട അതിഥിയായ ചടങ്ങിൽ കേരളീയ തനത് കലാരൂപങ്ങൾ കാഴ്ചയ്ക്ക് വിരുന്നേകി. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, മുഖ്യമന്ത്രി, വിവിധ മന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതാണ് ഓണാഘോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശുഭമംഗളങ്ങളേകും ഓണം വരവായി മഞ്ജുളമംഗല കാന്തിയൂറും സുഖസുന്ദര സ്വപ്ന ദിനം വരവായി. ആദ്യമായി രാഷ്ട്രപതി ഭവനിൽ നടന്ന ഓണാഘോഷ ചടങ്ങ് കാണാൻ മകളോടൊപ്പമാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി എത്തിയത്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി കുടുംബസമേതമെത്തി. ദില്ലി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ വാദ്യമഞ്ജരിയോടെ പരിപാടികൾക്ക് ആരംഭമായി. മോഹിനിയാട്ടവും കഥകളിയും അരങ്ങിന് വിസ്മയിപ്പിച്ചു. മയൂര നൃത്തവും കേരള നടനവും വേറിട്ട അനുഭവമായപ്പോൾ കളരിപ്പയറ്റും തിരുവാതിരയും ഓണാഘോഷത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ മാർഗംകളിയും ഒപ്പനയും തെയ്യവും രാഷ്ട്രപതി ഭവനിലെ ക്ഷണിക്കപ്പെട്ട സദസ്സ് കയ്യടിയോടെ എതിരേറ്റു. കേരളത്തിന്റെ സഹിഷ്ണുതയെയും സാംസ്കാരിക പൈതൃകത്തെയും വിളിച്ചോതുന്നതാണ് ഓണാഘോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. As it captures the spirit of Kerala at its best,
its nature, culture, and the unique spirit of tolerance and the harmony of the state. പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് തുടങ്ങിയവരും വിവിധ MPമാരും ഓണാഘോഷം കാണാനെത്തി. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ഈ ഓണക്കാലത്ത് പച്ചക്കറി വാങ്ങാനായി വൻ വില നൽകേണ്ട. വിപണിയിലെ സർക്കാർ ഇടപെടൽ കാര്യക്ഷമമായതോടെ പച്ചക്കറി വില ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപ്പാദനം കൂടിയതും വില കുറയാൻ കാരണമായിട്ടുണ്ട്. എല്ലാ ഓണക്കാലത്തും പച്ചക്കറി വില കുതിച്ചുയരുന്നത് പതിവായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഈ ഓണത്തിന് കൈ പൊള്ളാതെ നമുക്ക് പച്ചക്കറി വാങ്ങാം. 2 മാസം മുൻപ് കിലോഗ്രാമിന് 80 രൂപയും പിന്നീട് 40 രൂപയും വിലയുണ്ടായിരുന്ന തക്കാളിക്ക് തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ 20 രൂപ മാത്രമാണ് ഇപ്പോൾ വില. ഉള്ളി ഇനങ്ങൾക്കും വളരെ വില കുറഞ്ഞു. സവാള 17 രൂപ, ചെറിയ ഉള്ളി 24 രൂപ. മറ്റ് പച്ചക്കറികൾക്കും 50 മുതൽ 60% വരെ വില കുറഞ്ഞിട്ടുണ്ട്. ഓണക്കാലത്ത് പച്ചക്കറി വില ഇത്രയും കുറയുന്നത് ഇതാദ്യമായാണെന്ന് കച്ചവടക്കാരും ഉപഭോക്താക്കളും ഒരുപോലെ പറയുന്നു. കഴിഞ്ഞ മാസത്തിനേക്കാളും എല്ലാ സാധനങ്ങളും വില കുറവാണ്. നമ്മളെ ഈ കേരളത്തിലെ ഒരു മലക്കറി ഉൽപ്പാദനം കൂടുതലുള്ളതിൻ്റെ പേരിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. നേരത്തെ കാട്ടി നല്ല വില കുറവാണ്. തക്കാളി ഹോൾസെയിൽ 14-15 രൂപ. എല്ലാ സാധനങ്ങളും വില കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ 70 രൂപയായിരുന്നു കിലോയ്ക്ക്. പ്രാവശ്യം നമ്മൾ 30 രൂപയുള്ളൂ. പച്ചക്കറിക്ക് ഇപ്പം വലിയ വില കുറവാണ്. വലിയ ഇതൊന്നും ഇല്ല. തക്കാളിക്ക് ഭയങ്കര വിലയായിരുന്നു. ഇപ്പം വില കുറഞ്ഞല്ലോ, അങ്ങനെ വില വാങ്ങിക്കാം. പൊതുവിപണിയിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടതും സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിച്ചതുമാണ് പച്ചക്കറി വില കുറയാൻ കാരണമായത്. പച്ചക്കറി സംഭരിച്ച് വിൽക്കുന്നതിൽ ഹോർട്ടികോപ്പ് സജീവമാവുകയും ചെയ്തതോടെ മൊത്തവിപണിയിലെ ഇടനിലക്കാർക്കും വില കുറയ്ക്കേണ്ടി വന്നു. പൊതുവിപണിയിലേതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഹോർട്ടികോപ്പ് ഔട്ട്ലെറ്റുകളിൽ പച്ചക്കറി വിൽക്കുന്നത്. അതിനാൽ ഇത്തവണ ഓണസദ്യ ഒരുക്കാൻ മലയാളിക്ക് വലിയ വില കൊടുക്കേണ്ടി വരില്ല. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഓണം ബക്രീദ് ലക്ഷ്യമിട്ട് വൻ വിലക്കുറവിൽ ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ച കൺസ്യൂമർ ഫെഡ്. 60% വിലക്കുറവിൽ 13 ഇന സബ്സിഡി സാധനങ്ങൾ ഇന്നു മുതൽ ഈ മാസം 14 വരെയാണ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിൽ വിൽക്കുന്നത്. സബ്സിഡി ഇതര സാധനങ്ങൾ 8 മുതൽ 15% വരെ വിലക്കുറവിൽ ലഭിക്കും. സംസ്ഥാനത്ത് 2500 ഔട്ട്ലെറ്റുകളിലൂടെയാണ് കൺസ്യൂമർ ഫെഡ് ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. 13 സബ്സിഡി സാധനങ്ങൾ 60% വിലക്കുറവിലും 40 സബ്സിഡി ഇതര പലവ്യഞ്ജനങ്ങൾ 8 മുതൽ 15% കിഴിവിലുമാണ് വിൽക്കുന്നത്. ഇന്നു മുതൽ 14 വരെയാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുകയെന്ന് റീജിയണൽ മാനേജർ വിജയൻ പറഞ്ഞു. നോൺ സബ്സിഡിയും സബ്സിഡിയും ഒരേ സമയം എത്തിക്കഴിഞ്ഞു. ത്രിവേണിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും സബ്സിഡി സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു, നോൺ സബ്സിഡി എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ തൊട്ടടുത്ത് നോൺ സബ്സിഡിയും അത് 40ഓളം ഐറ്റങ്ങളുണ്ട്. സബ്സിഡി ഇനങ്ങളുടെ കൺസ്യൂമർ ഫെഡിലെയും പൊതുവിപണിയിലെയും നിരക്കുകൾ ഇപ്രകാരമാണ്. ജെ അരി 25 രൂപയ്ക്ക് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിൽ ലഭിക്കുമ്പോൾ പൊതുവിപണിയിൽ 28 രൂപ 70 പൈസയാണ് വില. മട്ടയരി കൺസ്യൂമർ ഫെഡിൽ 24 രൂപ, പൊതുവിപണിയിൽ 37 മുതൽ 40 രൂപ വരെ. കുറുവ അരി 25ഉം 29 രൂപയും, പച്ചരിക്ക് 23 രൂപയും 29 രൂപ 50 പൈസയും. മല്ലി കൺസ്യൂമർ ഫെഡിൽ 92 രൂപയും പൊതുവിപണിയിൽ 115 രൂപയും. മുളക് 75 രൂപയും 145 രൂപയും. ഉഴുന്ന് 66 രൂപയും 153 രൂപയും. ചെറുപയർ 74 രൂപയും 95 രൂപയും. വെളിച്ചെണ്ണ കൺസ്യൂമർ ഫെഡിൽ 90 രൂപയും പൊതുവിപണിയിൽ 105 രൂപയുമാണ്. കടലയ്ക്കാകട്ടെ കൺസ്യൂമർ ഫെഡിൽ 43 രൂപയും പൊതുവിപണിയിൽ 115 രൂപയും. വൻപയർ 45ഉം 95ഉം രൂപ. പഞ്ചസാര 22 രൂപയും 43 രൂപയും. തുവരപ്പരിപ്പ് 65ഉം പൊതുവിപണിയിൽ 130 രൂപയും. ഓണക്കാലം കഴിഞ്ഞാലും 8 മുതൽ 15% വിലക്കുറവ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിൽ തുടരാനാണ് തീരുമാനം. എസ് ഷീജ, തിരുവനന്തപുരം. പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫോട്ടോ വിഷ്വൽ എക്സിബിഷന് തുടക്കമായി. 4G ദ ഫോർത്ത് ജെൻഡർ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 5 വരെ സാഹിത്യ അക്കാദമി ഹാളിലാണ് പ്രദർശനം. തിരക്കേറിയതും സംഘർഷപൂരിതവുമായ തൊഴിൽ സാഹചര്യങ്ങൾക്കിടെ ഓരോ ക്യാമറമാനും ഫോട്ടോഗ്രാഫറും പകർത്തിയ ദൃശ്യാനുഭവങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ഘടകം. മാധ്യമപ്രവർത്തകരെ നാലാം ലിംഗക്കാർ എന്ന് അധിക്ഷേപിച്ച ഒരു വിഭാഗം നിയമകർത്താക്കൾക്ക് മറുപടി നൽകി 4G ദ ഫോർത്ത് ജെൻഡർ എന്ന പേരാണ് പ്രദർശനത്തിന് സ്വീകരിച്ചത്. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ആരംഭിച്ച പ്രദർശനം നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. അപൂർവവും അസുലഭവുമായ ഒട്ടനവധി ദൃശ്യങ്ങൾ അനുഭവിക്കാനും പകർത്താനും കഴിയുന്ന മാധ്യമപ്രവർത്തകർ ഭാഗ്യം സിദ്ധിച്ചവരാണെന്ന് മമ്മൂട്ടി പറഞ്ഞു.
പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന അവസ്ഥകളിൽ നമ്മൾ ക്യാമറ ഇല്ലാതെ പോയിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് അവസ്ഥകൾ എനിക്കുണ്ടായിരുന്നു. കാരണം ക്യാമറ സെറ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ആ ദൃശ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷെ എപ്പോഴും ക്യാമറയിൽ നോക്കി നടക്കുന്ന ഒരാള് എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കുക. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സുലഭ നിമിഷങ്ങളെ നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അതെപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവർക്കും സാധിച്ചിട്ടില്ല. തൃശൂരിലെ വീഡിയോ ജേർണലിസ്റ്റുകൾ പകർത്തിയ ചിരിയും ചിന്തയും ഉണർത്തുന്ന ദൃശ്യങ്ങൾക്കൊപ്പം ഫോട്ടോഗ്രാഫർമാരുടെ 60ഓളം ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. സെപ്റ്റംബർ 5 വരെയാണ് പ്രദർശനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരുവിന്റെ നവതി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നവതി സമ്മേളനം ഇന്ന് നടക്കും. വൈകിട്ട് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നവതി പുരസ്കാരം നാളെ മമ്മൂട്ടിക്ക് സമ്മാനിക്കും. തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിന്റെ സ്ഥാപകൻ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ നവതി ആഘോഷങ്ങൾ ആശ്രമത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് നടക്കുന്നത്. കഴിഞ്ഞ മാസം 30-ന് ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയാണ് നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. പിന്നീടുള്ള 5 ദിവസങ്ങളിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ശാന്തി സംഗമങ്ങൾ നടന്നു. ഇന്ന് നടക്കുന്ന നവതി സമ്മേളനം കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന ചടങ്ങിൽ നവതി പുരസ്കാരം നടൻ മമ്മൂട്ടിക്ക് സമ്മാനിക്കും. ശ്രീലങ്കൻ പാർലമെന്റ് സ്പീക്കർ കരു ജയസൂര്യയാണ് പുരസ്കാരദാനം നിർവഹിക്കുക. ഈ മാസം 20-ന് പൂർണ്ണ കുംഭമേളയോടെ നവതി ആഘോഷത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വയർലെസ് സെറ്റുകൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷിനെതിരെ വിശദമായ അന്വേഷണം. നിയമപ്രകാരമാണ് പോലീസ് വയർലെസ് സെറ്റുകൾ പിടിച്ചെടുത്തത് എന്നും എന്താണ് സംഭവിച്ചത് എന്ന് സമഗ്രമായി പരിശോധിക്കുമെന്നും DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയാണ് ക്ഷേത്രത്തിൽ വയർലെസ് സെറ്റുകൾ ഉപയോഗിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി അധ്യക്ഷയും ജില്ലാ ജഡ്ജിയുമായ ഷേർസിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അനുമതിയില്ലാതെ ഉപയോഗിച്ച 16 വയർലെസ് സെറ്റുകൾ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. കേസിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷിനെതിരെ വിശദമായ അന്വേഷണം നടത്താനാണ് സംസ്ഥാന പോലീസിന്റെ തീരുമാനം. എന്താണ് സംഭവിച്ചതെന്ന് സമഗ്രമായി പരിശോധിക്കുമെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. So a central government authorized official can do it. We can only help them. So accordingly we did that. So that we will be the part of the inquiry, no? We will see these are all very technical matters. So we will see what happens on that. പിടിച്ചെടുത്ത വയർലെസ് സെറ്റുകൾ തുടർ നടപടിക്കായി ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററായ ജില്ലാ ജഡ്ജിക്ക് പോലീസ് കൈമാറും. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന് കീഴിലുള്ള മേൽനോട്ട സെല്ലിൽ നിന്നാണ് വയർലെസ് ലൈസൻസ് സമ്പാദിക്കേണ്ടത്. അതുപോലും നേടാതെയാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വയർലെസ് സെറ്റ് വാങ്ങി ജീവനക്കാർ ഉപയോഗിച്ചു തുടങ്ങിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റോഡിലെ കുഴികൾ നികത്തി സേവനത്തിന്റെ വേറിട്ട വഴിയിലാണ് കൊല്ലം കുണ്ടറയിലെ പോലീസുകാർ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആശുപത്രി മുക്കിലെ കുഴികളാണ് പോലീസ് മുൻകൈയെടുത്ത് നികത്തിയത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലൂടെ കടന്നുപോകുന്നവർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് കുണ്ടറയിലെ ഗതാഗത കുരുക്ക്. ആശുപത്രി മുക്കിൽ റോഡിന്റെ ഇരുവശത്തെയും ബസ് നിർത്തുന്ന ഭാഗം ടാർ ഒലിച്ചുപോയി കുഴി രൂപപ്പെട്ടിരുന്നു. ഈ ഭാഗങ്ങളാണ് പോലീസുകാരുടെ നേതൃത്വത്തിൽ നികത്തിയത്. തിരക്ക് കുറഞ്ഞ സമയം നോക്കി കുണ്ടറ CI സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മണ്ണിട്ട് പൂർവ്വസ്ഥിതിയിലാക്കുകയായിരുന്നു. പോലീസുകാർ ഇറങ്ങത്തില്ല എന്ന് പറയുന്നതല്ല, പോലീസുകാർ എല്ലാ പ്രവൃത്തിയും ചെയ്യണമല്ലോ. സാധാരണ ഇതിലിപ്പോൾ ട്രാഫിക് ഗതാഗത കുരുക്ക് വന്നാൽ അത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ഒരു പൊതുജനങ്ങൾക്ക് ഹിതകരമായ പ്രവൃത്തി ആയതുകൊണ്ട് അത് ചെയ്യുന്നതിന് പോലീസ് ഇറങ്ങുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല. ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയപാത അധികൃതർ റോഡിൽ അറ്റകുറ്റപ്പണികൾക്ക് എത്തിയിരുന്നുവെങ്കിലും കുഴികൾ പോലും നികത്താതെ ജോലി മതിയാക്കി മടങ്ങി. ഗതാഗത നിയന്ത്രണം അസാധ്യമായതോടെ പോലീസ് റോഡ് പണി ഏറ്റെടുക്കുകയായിരുന്നു. കൊല്ലം RDOയുടെ മേൽനോട്ടവും സഹായവും പോലീസുകാർക്കുണ്ടായിരുന്നു. ഗതാഗതക്കുരുക്ക് താൽക്കാലികമായി പരിഹരിച്ചതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹൈദരാബാദിൽ നടക്കുന്ന ദേശീയ പോലീസ് അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് 1 സ്വർണവും 2 വെള്ളിയും ലഭിച്ചു. 100 മീറ്റർ ഓട്ടം വനിതാ വിഭാഗത്തിൽ സിനിമോൾക്കാണ് സ്വർണം ലഭിച്ചത്. 100 മീറ്റർ പുരുഷ വിഭാഗത്തിൽ രാഹുൽ ജി പിള്ളയ്ക്കും 10,000 മീറ്റർ നടത്തത്തിൽ സന്ധ്യയ്ക്കും വെള്ളിയും ലഭിച്ചു.